എന്നാൽ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. യേശുക്രിസ്തു വന്നത്, യേശുക്രിസ്തു ക്രൂശിതനായത്, യേശു നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് തീർന്നത് നമ്മെ ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ആ മരണം പുനരുദ്ധാനം വരുന്നത് വരെയും എടുക്കപ്പെടാത്തവർ ഈ ഇടയിലുണ്ടെന്ന് യേശു പറഞ്ഞു വെക്കുമ്പോൾ പോലും പറയുന്നു, മരണം ഒരു ഉറപ്പായ കാര്യമല്ല, മരണം നീക്കിക്കളയാൻ നമുക്ക് കഴിയും എന്നുള്ളതിനൊരു പ്രൂഫാണ്. പാപത്തിൻ്റെ ശമ്പളമായ മരണം, പാപി അല്ലാതായിത്തീരുന്ന, യേശുവിൻ്റെ രക്തം സ്വീകരിക്കുന്നതോടുകൂടെ പാപി അല്ലാതായിത്തീരുന്ന, വിശുദ്ധനായിത്തീരുന്ന നമ്മെ യേശുക്രിസ്തുവിൻ്റെ രക്തവും ആത്മാവും നമ്മെ വിശദീകരിച്ചതിന് ശേഷമുള്ള നമുക്ക് മരണം എന്ന പാപത്തിൻ്റെ ശമ്പളമായ ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അപ്രകാരം ജീവിക്കുന്നത് നമുക്ക് എന്തിനാണ്? വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും ജീവിക്കാൻ ആവശ്യമായിട്ട്. നമ്മുടെ ശരീരപുഷ്ടിക്ക് അത് നല്ലത് തന്നെ. പക്ഷെ ശരീരപുഷ്ടിക്ക് ദൈവവചനവും നമ്മെ ശരീരപുഷ്ടിയിൽ നിർത്തുന്നു. നമ്മെ